രക്ഷിതാക്കൾ ആരോപിച്ചത് തന്നെ. ആരോൺ പി വർഗീസിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് ചികിത്സാ പിഴവാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം എൻ സുനന്ദയുടെ റിപ്പോർട്ടിൽ നിരവധി ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായതായി പറയുന്നു. ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ, അനസ്തേഷ്യ ഡോക്ടർ എന്നിവർക്ക് കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുമതിയില്ല. ഇരുവരും ട്രാവൻകൂർ കൊച്ചിൻ രജിസ്ട്രേഷൻ നേടിയിരുന്നില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റാന്നി മാർത്തോമ ആശുപത്രി അധികൃതരെ സഹായിക്കുന്നതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെറ്റായി തയ്യാറാക്കി. രാസപരിശോധനാ ഫലവും വൈകിപ്പിച്ചു. കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നേടാനുള്ള അവസരം നിഷേധിച്ചു. വലത് കൈമുട്ടിന് മുകളിൽ വെച്ചൊടിഞ്ഞ കുട്ടിക്ക് രാത്രി അടിയന്തര ശസ്ത്രക്രിയ നടത്തിയതിന്റെ കാരണം വ്യക്തമല്ല. ഒരുപാടു കാലം ജീവിക്കേണ്ട കുഞ്ഞ് മരിച്ചത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തെ വീഴ്ച കൊണ്ടാണെന്നും കണ്ടെത്തലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെ തെറ്റായ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഗുരുതരമായ ഒരു വീഴ്ചയാണത് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ ഭരണ സംവിധാനം തന്നെ പറയാം മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞ് മരണപ്പെട്ടു പോയതാണ്. അവർ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും ഞങ്ങളെ അവിടുന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് അവിടെ വെച്ച് തന്നെ ഇത് തേച്ച് മാറ്റി കളയാനും ഉള്ള ഇതാണ് അവരുടെ ഭാഗത്തുനിന്ന് ഹോസ്പിറ്റൽ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. 2024 ഫെബ്രുവരി 1 പരാതിക്കിടയാക്കിയ സംഭവം. പ്ലാങ്കമൺ ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ആരോൺ. സഹപാഠികൾക്കൊപ്പം കളിക്കുന്നതിനിടെ ആരോണിന് വീണ് പരിക്കേറ്റു. ബന്ധുക്കളെത്തി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി. ശേഷം റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഴ തെറ്റിയതാണെന്ന് പരിശോധിച്ച ഡോക്ടർ രക്ഷിതാക്കളെ അറിയിച്ചു. തുടർന്ന് ശസ്ത്രക്രിയ നടത്തി. ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കുഞ്ഞിന്റെ കൈയുടെ ബോണിന്റെ പൊസിഷൻ മാറിക്കിടക്കും. അത് പിടിച്ചിടണമെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അതിനകത്താണ് പിന്നെ ഇതില്ല കാണുന്ന കുഞ്ഞ് കൈ ഒഴിഞ്ഞാണെന്നും കുഞ്ഞ് കോപ്പറേറ്റ് ചെയ്യാഞ്ഞോണ്ടാണ് കുഞ്ഞിന് അനസ്തേഷ്യ കൊടുത്തെന്നൊക്കെ ആ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നു. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയോ പ്രായമോ പരിഗണിക്കാതെ അനസ്തേഷ്യ നൽകിയെന്ന പരാതി അന്നു തന്നെ ബന്ധുക്കൾ ഉയർത്തി. എന്നാൽ ചികിത്സയിൽ പിഴവുണ്ടായിട്ടില്ലെന്നാണ് അന്ന് റാന്നി മാർത്തോമ ആശുപത്രി അധികൃതർ വിശദീകരിച്ചത്. അതേസമയം ഉത്തരവിൻ പ്രകാരം സ്വീകരിച്ച നടപടികൾ 1 മാസത്തിനുള്ളിൽ വിശദീകരിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. ആശുപത്രി അധികൃതർ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ഉത്തരവിനെക്കുറിച്ചറിയില്ലെന്നാണ് മാർത്തോമ ആശുപത്രി അധികൃതരുടെ പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.